രതീഷ, തീർച്ചയായിട്ടും. കാരണം എൻ്റെ നാടാണ് എന്ന് മാത്രമല്ല എൻ്റെ പള്ളിയോടമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന തോട്ടപ്പുഴശ്ശേരി പള്ളിയോടം. അങ്ങനെ 52 കരയിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള പള്ളിയോടങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ സത്രക്കടവും അതോടൊപ്പം തന്നെ പരിസര പ്രദേശത്തേക്ക് പണിയിരിക്കുന്നു. 52 പള്ളിയോടങ്ങളാണ് എത്തുക. A-B ബാച്ചുകളിൽ 1:30-ക്കാണ് ജലഘോഷയാത്ര ആരംഭിക്കുന്നത്. ഈ കടവിൽ നിന്ന് ആരംഭിക്കുന്ന ജലഘോഷയാത്ര ഇവിടം പിന്നിട്ട് ഏകദേശം 1 കിലോമീറ്ററും 700 മീറ്ററും കടന്ന പരപ്പുഴ കടവിലാണ് ജലഘോഷയാത്ര സമാപിക്കുക. ആ ജലഘോഷയാത്ര സമാപിച്ചതിന് ശേഷം അത് ജലഘോഷയാത്രയിൽ പ്രധാനമായിട്ടുമുള്ളത് വള്ളങ്ങളുടെ സൗന്ദര്യം, അതിലേറെ വള്ളങ്ങൾ ഭക്തിയോടുകൂടി പമ്പയാറ്റിലൂടെ തൊഴുതു പോകുന്നതിൻ്റെ ഒരു കാഴ്ച, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ജലഘോഷയാത്ര നടക്കും. പമ്പയാറിൽ ഈ 52 പള്ളിയോടങ്ങളും ഒരേ സമയം A-B ബാച്ചുകളിലായിട്ട് അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയാണ് ഒരുപക്ഷെ ആറന്മുളക്കാർക്കും അതോടൊപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലക്കാർക്കും എല്ലാം തന്നെ അവരുടെ ഓണത്തിൻ്റെ ഘോഷയാത്ര എന്നുകൂടി പറയാം. അതാണ് പമ്പയിലെ ജലമേള നടക്കുന്നത്. ഘോഷയാത്രയ്ക്ക് ശേഷം, അതായത് ഘോഷയാത്ര കഴിയുന്നതോടുകൂടി തന്നെ വള്ളംകളി മത്സര ഇനത്തിലേക്ക് മാറുന്നു. ആ വള്ളംകളി മത്സരത്തിൽ A ബാച്ചിലും B ബാച്ചിലുമായിട്ട് 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ മത്സരിക്കും. നമുക്ക് സാധാരണഗതിയിൽ കാണുന്ന നെഹ്റു ട്രോഫിയിലൊക്കെ കാണുന്ന പോലെയുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൻ്റെ ഒരു വേഗത, ആ തുഴയേറിൽ വേഗതയൊന്നും ഇവിടെ ഉണ്ടാകില്ല. എങ്കിൽ പള്ളിയോടങ്ങളുടെ പ്രത്യേകതയുണ്ട്. ആ പള്ളിയോടങ്ങളുടെ തലപ്പൊക്കവും അതോടൊപ്പം തന്നെ അതിലെ പാട്ടുകളും ഒപ്പം പള്ളിയോടം അണിഞ്ഞൊരുങ്ങി വരുന്ന ഒരു വരവുമാണ്. അതിനാണ് മാർക്കിടുക. അങ്ങനെ പള്ളിയോടങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ പള്ളിയോടങ്ങൾ തയ്യാറാവുകയാണ്. ജലഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള പള്ളിയോടങ്ങളെല്ലാം തന്നെ തയ്യാറാകുന്നു. അതിനുശേഷം കൃത്യം 2:30 തന്നെ മത്സര വള്ളംകളി ആരംഭിക്കും. ആ മത്സര വള്ളംകളിക്ക് ഇത്തവണ പ്രത്യേകതയുണ്ട്. ഇത്തവണ ഏറ്റവും വേഗത വരുന്ന സമയമനുസരിച്ചപ്പെടുത്തിയാണ്. സാധാരണഗതിയിൽ ഹീൽസ് അടിസ്ഥാനത്തിലായിരുന്നു നടന്നിരുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ സെമി മത്സരങ്ങളില്ല. പകരം ഏതെങ്കിലും നല്ല, അതായത് ഇവിടെ ജഡ്ജസ് പറയുന്ന രീതിയിൽ കൃത്യസമയത്ത് തന്നെ കൂടുതൽ സമയമെടുക്കാതെ കൃത്യസമയത്ത് എത്തിച്ചേരുകയും വളരെ മനോഹരമായി തുഴയെറിഞ്ഞ് വരികയും ചെയ്യുന്ന വള്ളങ്ങളെയാണ് പരിഗണിക്കുക. അങ്ങനെ പരിഗണിക്കുന്ന വള്ളങ്ങൾ രണ്ടാം സെമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ 4 വള്ളങ്ങൾ വീണ്ടും മത്സരിക്കും. അങ്ങനെ ഒരു മത്സര വള്ളംകളിയാണ് അതിനുശേഷം നടക്കുക. പമ്പയിൽ വെള്ളം കുറച്ച് കുറവാണ് എങ്കിലും അതിഗംഭീരമായ രീതിയിലുള്ള അന്തരീക്ഷം, കാലാവസ്ഥ എല്ലാമുണ്ട്. ചൂടുണ്ടെങ്കിൽ തന്നെയും വള്ളംകളിയുടെ ആവേശത്തിലേക്ക് ആ ചൂടുകൾ മാറ്റി നിർത്തിക്കൊണ്ട് വിവിധ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളെല്ലാം തന്നെ അണിനിരക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയിലാണ് ഇപ്പോൾ ആറന്മുള നിൽക്കുന്നത്. ശരി, കണ്ണൻ നായർ കൂടി നമുക്ക് പോയിട്ട്. കണ്ണൻ, ഈ തെക്കൻ കേരളത്തിലെ ഓണത്തിന്റെ അവസാനം അത് ഈ ജലമേളയോട് കൂടിയാണല്ലോ, അങ്ങനെ പറയാറുണ്ടല്ലോ. ആറന്മുള ഉത്രട്ടാതി ജലമേളയോടുകൂടി ഓണം തൽക്കാലത്തേക്ക് അവസാനം. പിന്നെ 28-ാം ഓണം ആണ് പലയിടത്തും. അങ്ങനെ ആചാരപരവും വിശ്വാസപരമായ പലതും ഉണ്ടെങ്കിലും ആ ദേശത്തിന്റെ ആകെ ജാതിമത ഭേദമില്ലാത്തൊരു വലിയ ഉത്സവം കൂടിയായി മാറുകയാണല്ലോ ഈ പത്തനംതിട്ട, ആലപ്പുഴ, അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട് മേഖലയും ആ മേഖലയിലൊക്കെ എത്രത്തോളം പ്രധാനമാണ്, കണ്ണൻ്റെ നാട്ടിലേക്കുമൊക്കെ എത്രത്തോളം പ്രധാനമാണ് ഇവിടുത്തെ ഈ ജലമേള? ഇതിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ തോന്നുന്ന അതിൻ്റെ ഒരു സൗന്ദര്യം എത്രത്തോളം കൂടുന്നുണ്ട്? ഒരു തവണയെങ്കിലും ഈ ഉത്രട്ടാതി ദിവസം ഇവിടെ വന്ന് വള്ളംകളി കാണുന്ന ആൾക്ക് അടുത്ത ഉത്രട്ടാതിക്കും ഇവിടേക്ക് വരണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അത്രത്തോളം നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച സമ്മാനിക്കുന്ന വള്ളംകളിയാണ് ഉത്രട്ടാതി ജലമേള എന്ന് പറയുന്നത്. അതായത് 52 പള്ളിയോടങ്ങൾ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് ഈ പമ്പയുടെ ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച. സാധാരണ ചുണ്ടൻ വള്ളങ്ങൾ, നെഹ്റു ട്രോഫിയിലെ ചുണ്ടൻ വള്ളങ്ങളാണെങ്കിൽ അതിവേഗത്തിൽ പോകുമ്പോൾ ഈ പള്ളിയോടങ്ങൾ ഇങ്ങനെ തുള്ളി കളിച്ചു പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ആ കാഴ്ച കാണുമ്പോൾ ഇങ്ങനെ പോകുക. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. 2 പള്ളിയോടങ്ങൾ ഇങ്ങനെ വരുന്ന വരവ് കണ്ടില്ലേ. അവർ നേരെ തിരുവാറന്മുള ക്ഷേത്രത്തിൽ പോയി തിരുവാറന്മുള അപ്പനും കാണിക്ക സമർപ്പിച്ച ശേഷം ഇങ്ങനെ പാടി തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച. എത്ര ഗംഭീരമായിട്ടുള്ള, കണ്ണൊക്കെ എത്ര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് എന്ന് നോക്കിയും. ആ ഒരു വള്ളത്തിൽ പൂർണ്ണമായിട്ട് എല്ലാ തൊഴിൽക്കാരുമുള്ള ഒരു പള്ളിയോടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടു പിന്നാലെ മറ്റൊരു പള്ളിയോടമുണ്ട്. ആ പള്ളിയോടത്തിൻ്റെ വേഗത കുറച്ചിരിക്കുന്നു. കാര്യം ആദ്യം പോകുന്ന പള്ളിയോടത്തിന് അല്പം വേഗത കൂടുതലാണ്. അതിൽ ഓളങ്ങൾ വന്ന് മറ്റ് വള്ളത്തിൽ തട്ടി വള്ളം മറിയാനുള്ള സാധ്യതയുണ്ട്. ആകാശം തെളിഞ്ഞ കാലാവസ്ഥയാണ്, നല്ല നീലാകാശമാണ്. അതുപോലെ തെളിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ വള്ളംകളി കാണാനെത്തിയവരുടെ ആൾക്കാരുടെ മനസ്സും അതുപോലെ തെളിഞ്ഞിരിക്കുകയാണ്. കാര്യം 52 കരകളിൽ നിന്ന് എല്ലാ വള്ളങ്ങളും എത്തുന്നു എന്നുള്ളതാണ്. 50 വള്ളങ്ങളെങ്കിലും ഈ തവണ എത്തും. അത് ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത്രത്തോളം വള്ളങ്ങൾ എത്തി ഇവിടെ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 4 ട്രാക്കുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 1, 2, 3, 4 എന്നീ 4 ട്രാക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ 4 ട്രാക്കുകളിലൂടെ A ബാച്ച് വള്ളങ്ങളുടെ 9 പമ്പയാറ്റിന്റെ ഓളപ്പരപ്പിലെ ആ സുന്ദര കാഴ്ചയും ഒക്കെ നമുക്ക് വിശദമായി പറയാം, കാണാം.